കോഴിക്കോട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ വധക്കേസിൽ ഒളിവിലായിരുന്ന 5-ാം പ്രതി ലിബ ഒടുവിൽ പിടിയിൽ. വിദേശത്ത് നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ കണ്ണൂർ സ്വദേശിനിയായ ലിബയെ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലീസുകാരോട് തട്ടിക്കയറിയ പ്രതിയെ ഒടുവിൽ ബലമായാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്. ഹേമചന്ദ്രൻ കൊലക്കേസിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച 5-ാം പ്രതി ലിബയാണ് ഒടുവിൽ കരിപ്പൂരിൽ വലയിലായത്. വിദേശത്തുനിന്ന് ഞായറാഴ്ച കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇവരെ പോലീസ് തടഞ്ഞുവെക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചപ്പോൾ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്താനെത്തിയതോടെ പ്രതി പോലീസുകാരോട് തട്ടിക്കയറി. മാധ്യമങ്ങൾക്ക് മുഖം നൽകാനാകില്ലെന്നും തനിക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ടെന്നുമായിരുന്നു ലിബയുടെ നിലപാട്. പോലീസുകാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സ്റ്റേഷനിലേക്ക് കയറാൻ കൂട്ടാക്കാതിരുന്ന പ്രതിയെ ഒടുവിൽ നേരിട്ട് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ കുന്നമംഗലം കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച 445 പേജുള്ള കുറ്റപത്രത്തിൽ 5-ാം പ്രതിയാണ് ലിബ. സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് ഹേമചന്ദ്രനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ഹണി ട്രാപ്പ് കോളിലൂടെ ആകർഷിച്ചു വരുത്തിയത് ഈ ലിബയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതകം ഉൾപ്പെടുന്ന കേസായതിനാൽ വിചാരണ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ലിബയുടെ അറസ്റ്റ്. 2024 മാർച്ചിലാണ് കോഴിക്കോട് മയ്യനാട്ടെ വാടക വീട്ടിൽ നിന്ന് ഹേമചന്ദ്രനെ കാണാതാകുന്നത്. തിരോധാന കേസായി അന്വേഷണം തുടങ്ങിയ പോലീസ് ശാസ്ത്രീയമായ നീക്കങ്ങളിലൂടെയാണ് ഇത് ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിയിച്ചത്. ഒടുവിൽ തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. DNA പരിശോധനയിലൂടെയാണ് ഇത് ഹേമചന്ദ്രനാണെന്ന് സ്ഥിരീകരിച്ചത്. ക്രൂരമായ മർദ്ദനവും ശ്വാസം മുട്ടിച്ചതുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ 1-ാം പ്രതി നൌഷാദ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തിയിരുന്നു. ഹേമചന്ദ്രൻ കർണാടകയിലുണ്ടെന്ന് വരുത്താൻ മൊബൈൽ ഫോൺ ഗുണ്ടൽപേട്ടിലെത്തിച്ച് സ്വിച്ച് ഓൺ ചെയ്തെങ്കിലും ഫോൺ കോളിലെ ശബ്ദത്തിൽ മകൾക്ക് തോന്നിയ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. പ്രധാന സൂത്രധാരൻ നൌഷാദ്, അജേഷ്, ജ്യോതിഷ് കുമാർ, വൈശാഖ്, മെൽബിൻ മാത്യു എന്നിവരടങ്ങുന്ന മറ്റ് 5 പ്രതികളും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.